ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ പാട്ടിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആ ക്വസ്റ്റ്യനെ ഫോളോ ചെയ്ത് ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും. നമ്മൾ ആൻസർ അല്ല ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. UPSC CSAT എക്സാമിനേഷനിൽ യൂഷ്വലി 10+ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് പാർട്ടിൽ നിന്ന് വരാറായിട്ടുണ്ട്. അതുപോലെ തന്നെ വേരിയസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 1 or 2 ക്വസ്റ്റ്യൻ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. ഇതിന്റെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്പം ഡിഫിക്കൽട്ട് ആയ ടാസ്ക്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അഥവാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ വീഡിയോയുടെ ലിങ്ക് എന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങളത് ഫസ്റ്റ് കണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായതിനു ശേഷം മാത്രം ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ ടു ദ ക്വസ്റ്റ്യൻസ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഐഡിയ കിട്ടും. ഡയറക്ട്ലി വാച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ആസ് വി സെഡ്, ഈ ഓരോ ക്വസ്റ്റ്യനും ഈസ് ഫോളോഡ് ബൈ 2 സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ഓപ്ഷൻസ് 4 ഉണ്ടാവും, അല്ല 5 ഉണ്ടാവും. ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് വെദർ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, അത് 2 സ്റ്റേറ്റ്മെന്റ് ഇൻഡിവിജ്വൽ എടുത്ത് ആൻസർ ചെയ്യാൻ പറ്റും, അത് 2 സ്റ്റേറ്റ്മെന്റ് ടുഗദർ എടുത്താൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെയ്താൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ലേ. ഇങ്ങനെയുള്ള ആസ്പെക്ടുകളെല്ലാം നോക്കിയിട്ടാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് എക്സ് ഈസ് എ പോസിറ്റീവ് നമ്പർ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സ് ഒരു പോസിറ്റീവ് നമ്പർ ആണ്, അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 ഈക്വൽ ടു 3. അതായത് അവർ തന്നിരിക്കുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 എന്ന് പറയുന്നത് 3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മോഡുലസ് ഓഫ് എനി നമ്പർ, മോഡുലസ് ഓഫ് 5 എടുത്താലും മോഡുലസ് ഓഫ് -5 എടുത്താലും അത് 5 ആണ്. ദാറ്റ് മീൻസ് മോഡുലസ് എന്ന് പറയുന്നത് നമ്മൾ ആ നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ മോഡുലസ് ഓഫ് എക്സ് എടുത്താൽ അതിന് 2 പോസിബിലിറ്റി ഉണ്ട്. മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു -x ഇഫ് എക്സ് ലെസ് ദാൻ 0, മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു x ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം മോഡുലസ് ഓഫ് -5 എന്ന് പറയുന്നത് 5 കിട്ടണമെങ്കിൽ ബേസിക്കലി അത് നത്തിങ് ബട്ട് മൈനസ് ഓഫ് -5 ആണ്. അതായത് മോഡുലസ് ഓഫ് എക്സ് ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്താൽ വി ആർ ടേക്കിംഗ് ദി നെഗറ്റീവ് ഓഫ് ദാറ്റ്. അതുകൊണ്ടാണ് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -x ആവും വെൻ എക്സ് ലെസ് ദാൻ 0. അപ്പൊ ഇൻ ദ സെയിം വേ നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 ഈക്വൽ ടു 3 ക്യാൻ ബി റിട്ടൺ ആസ് ഇഫ് എക്സ് മൈനസ് 4 വിൽ ബി ഈക്വൽ ടു 3 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 or greater than or equal to 0, minus of x minus 4 equal to 3 if x less than 0. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എക്സ് ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ പോസിബിലിറ്റിയെ പറ്റി ചിന്തിക്കേണ്ട, ആദ്യത്തെ പോസിബിലിറ്റി മാത്രം എടുക്കാം. ദാറ്റ് ഈസ് എക്സ് മൈനസ് 4 ഈക്വൽ ടു 3, അതായത് എക്സ് ഈസ് ഈക്വൽ ടു 7. ഇപ്പൊ എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ 7 ആണെന്ന് കിട്ടി. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് എക്സിന്റെ വാല്യൂ 7 ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. സോ വി ആർ ഏബിൾ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ബൈ യൂസിംഗ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 6 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 6. എല്ലാത്തിനും ഒരു സൈഡിലേക്ക് എടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0. അതായത് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ദാറ്റ് ഈസ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും? a ഈക്വൽ ടു 1, p ഈക്വൽ ടു -1, c ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു -6. നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ബൈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, അല്ലെങ്കിൽ ബൈ ജനറൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം നോക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റെയും കോൺസ്റ്റന്റിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു -6 അപ്പോൾ ഈക്വൽ ടു -6. എന്നിട്ട് -6ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. എന്തൊക്കെയുണ്ട്? -6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1 - 6 ആവാം, അല്ലെങ്കിൽ -1 6 ആവാം, അല്ലെങ്കിൽ 2 - 3 ആവാം, അല്ലെങ്കിൽ 3 - 2 ആവാം. ഈ കോമ്പിനേഷനിൽ ഏതൊക്കെ കോമ്പിനേഷൻ തമ്മിൽ ആഡ് ചെയ്താലാണ്, അല്ലെങ്കിൽ ഏത് പെയർ തമ്മിൽ ആഡ് ചെയ്താലാണ് എക്സിന്റെ കോഎഫിഷ്യന്റ് കിട്ടുക? എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -1. -1 കിട്ടാൻ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, ദാറ്റ് ഈസ് 2 - 3. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എക്സ് സ്ക്വയർ -x -6 ഈക്വൽ ടു 0 എന്ന് പറയുന്നതിനെ ഈ പറയപ്പെടുന്ന പെയർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3x മൈനസ് 6 ഈക്വൽ ടു 0. ഇനി നമുക്ക് കോമൺ എടുക്കാനായിട്ട് നോക്കാം. ആദ്യത്തെ 2 ടേമിൽ നമുക്ക് എക്സ് കോമൺ എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ബി ഗെറ്റിംഗ് എക്സ് പ്ലസ് 2. അടുത്ത 2 ടേമിൽ നിന്ന് നമുക്ക് -3 കോമൺ എടുക്കാം. ദെൻ വി വിൽ ബി ഗെറ്റിംഗ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ എക്സ് പ്ലസ് 2 കോമൺ എടുത്താൽ യു വിൽ ബി ഗെറ്റിംഗ് ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു 0. ഇഫ് a ഇൻറ്റു ബി ഈക്വൽ ടു 0, a ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ
either a should be equal to 0 or b should be equal to 0. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? x plus 2 equal to 0, that is x is equal to minus 2. Next possibility, x minus 3 equal to 0, that is x is equal to 3. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് x ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന്. സോ ഒരേ ഒരു പോസിബിലിറ്റി x equal to 3. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഓപ്ഷൻസിലേക്ക് പോവുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇഫ് ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി യൂസ്ഡ് ഓൺലി ബൈ യൂസിംഗ് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് അലോൺ. അല്ല, വി ആർ ഏബിൾ ടു ആൻസർ ഇറ്റ് ബൈ യൂസിംഗ് ഇൻഡിവിജ്വലി ടേക്കിംഗ് ദ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്. സോ ഇഫ് ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ബൈ യൂസിംഗ് ഐദർ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് അലോൺ, യെസ് കറക്റ്റ്. സോ ദ ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ നമ്പർ 2. സോ ഈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം അല്ലാതെ എങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം അതുകൂടി ഞാൻ കാണിക്കാം. തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് സിക്സ് ഈക്വൽ ടു 0, അതായത് എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു മൈനസ് 1, സി ഈസ് ഈക്വൽ ടു മൈനസ് 6. ജനറൽ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. മൈനസ് ബിയുടെ വാല്യൂ എന്താണ്? മൈനസ് 1, ദറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എയുടെ വാല്യൂ 1 ഇൻറ്റു മൈനസ് 6, ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡിവൈഡ് ബൈ 2a, ദറ്റ് ഈസ് 2 ഇൻറ്റു 1 എന്ന് വരും. മൈനസ് ഓഫ് മൈനസ് 1 എന്ന് പറയുന്നത് പ്ലസ് 1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 1ന്റെ സ്ക്വയർ 1, 6 ഇൻറ്റു 4 എന്ന് പറയുന്നത് 24 ഡിവൈഡ് ബൈ 2, ദറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 5 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ട് എഴുതാൻ എന്ത്? 1 പ്ലസ് 5 ഡിവൈഡ് ബൈ 2, 1 മൈനസ് 5 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 6 ബൈ 2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. 1 മൈനസ് 5 ബൈ 4 എന്ന് പറയുന്നത് മൈനസ് 4 ഡിവൈഡ് ബൈ 2 മൈനസ് 2. എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഓൺലി വി ക്യാൻ ടേക്ക് 3 ആസ് ദ വാല്യൂ. സോ എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്, എങ്കിലും എക്സ്പ്ലനേഷൻ വളരെ ക്ലിയർ ആണ്, യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിലിംഗ് ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫർദർ ക്വസ്റ്റിന്റെ ആൻസർ വീഡിയോ ആയിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. As a token of gratitude, please like to this particular video, share with your friend, subscribe to our channel. സോ ഇതിനകത്ത് ഡിഫറെൻറ്റ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് പ്ലേലിസ്റ്റുകൾ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതായത് ക്ലാസ് 10, +1, +2 കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ടോപ്പിക്കുകൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് ടോപ്പിക്കുകൾ, ദെൻ ഇന്ത്യൻ പൊളിറ്റി ടോപ്പിക്കുകൾ, അതുപോലെ റിസർച്ചുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ, ഇതെല്ലാം പല ഡിഫറെൻറ്റ് പ്ലേലിസ്റ്റുകളുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റുകൾ ചെക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ഇതുമായി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്തുകൂടി ഹെൽപ്പ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.